വ്യൂ ഫൈൻഡർ ഫോക്കസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു സെറ്റിങ്സ് ഉണ്ട്. അത് എങ്ങനെയാണെന്ന് നിങ്ങൾ വ്യൂ ഫൈൻഡറില്ലേ, കണ്ണ് വെച്ച് ഞാൻ വലത് കണ്ണുകൊണ്ട് നോക്കണം എന്ന് പറഞ്ഞ ആ ഒരു ചെറിയ ഗ്ലാസിൻ്റെ ഒരു ഹോള്, അതിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾക്കൊരു ചെറിയൊരു നോബ് കാണാം. അതിന് പ്ലസ് ഓർ മൈനസ് എന്ന് പറഞ്ഞിട്ട് രണ്ട് വശത്തേക്ക് ഒരു സർക്കിൾ ഇട്ടിട്ട് പ്ലസ് ഓർ മൈനസ് എന്ന് പറഞ്ഞിട്ടൊരു അതിൻ്റെ സൈഡിലൊരു മാർക്കിങ്ങും കാണാം. ഇതെന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സിംപ്ലി ഇത് നിങ്ങൾ ഫോട്ടോഗ്രാഫിയിൽ ഒരു റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല. ഓരോരുത്തരുടെ കണ്ണിനും ഓരോ കാഴ്ചയാണ് വരുന്നത്. എൻ്റെ കണ്ണിനുള്ളത് 0 ആണെങ്കിൽ ചിലപ്പോൾ ഒരാളുടെ കണ്ണിന് +1 -1 ഒക്കെ കാഴ്ച ഉണ്ടാവുക. അപ്പോൾ ക്യാമറ ഡിസൈൻ ചെയ്യുന്നവർക്ക് ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു വ്യൂ ഫൈൻഡർ ഫോക്കസിങ് സിസ്റ്റമാണത്. ഈ നോബ് നിങ്ങൾ തിരിക്കുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ആ നോബ് കംപ്ലീറ്റ്ലി ഒരു സൈഡിലേക്ക് ഫുൾ പ്ലസ്സിലേക്ക് തിരിച്ചിടുക. എന്നിട്ട് നിങ്ങളുടെ ക്യാമറയുടെ വ്യൂ ഫൈൻഡറിലൂടെ നോക്കുക. എന്നിട്ട് ക്യാമറയുടെ ഷട്ടർ ബട്ടൺ ഉണ്ടല്ലോ, ഫോക്കസ് ആകുന്ന ഹാഫ് പ്രസ് ചെയ്യുക. ഹാഫ് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ക്യാമറയുടെ വ്യൂ ഫൈൻഡറിൽ കുറേ എഴുത്തുകളും നമ്മുടെ എക്സ്പോഷർ മീറ്ററും ISOM ഇതൊക്കെ കാണിക്കുമല്ലോ. അത് 4 സെക്കൻഡ് നേരമാണ് അവിടെ കാണിക്കുക. ഫ്രെയിമിൽ കാണുന്ന സീനിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പോകരുത്. അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ നോക്കേണ്ടത് ആ എഴുത്തുണ്ടല്ലോ, പച്ച കളറിലും മഞ്ഞ കളറിലൊക്കെ കാണുന്ന ആ എഴുത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോവുക. സൂക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കത് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ ആ ചെറിയ നോബ് പതുക്കെ, ഇപ്പോൾ നിങ്ങൾ ഫുൾ ഒരു സൈഡിലേക്കാണ് തിരിച്ചു വെച്ചിട്ടുള്ളത്, പതുക്കെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മെല്ലെ മെല്ലെ തിരിക്കുക. 4 സെക്കൻഡിനുള്ളിൽ തീർന്നില്ലെങ്കിൽ വീണ്ടും ഷട്ടർ ബട്ടൺ ചെറുതായിട്ട് ഹാഫ് പ്രസ് ചെയ്യുക. എന്നിട്ട് വീണ്ടും അപ്പം 4 സെക്കൻഡ് ഇത് നിങ്ങൾക്ക് ഡിസ്പ്ലേ ആവും. ഈ എഴുത്തുകളൊക്കെ എന്ത് എഴുത്തായാലും കുഴപ്പമില്ല, എഴുത്ത് മാത്രം ശ്രദ്ധിക്കുക. വ്യൂ ഫൈൻഡറിലുള്ള അപ്പർച്ചർ എക്സ്പോഷർ മീറ്ററൊക്കെ. എന്നിട്ട് അത് നിങ്ങളുടെ കണ്ണിന് എവിടെയാണോ നല്ല ക്രിസ്പി ഷാർപ്പായിട്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നത് അവിടെ കൊണ്ടുപോയിട്ട് വയ്ക്കുക. ഈ നോബ് പതുക്കെ തിരിക്കുക. ഇപ്പോൾ ഉള്ള പൊസിഷനിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് മുന്നോട്ടോ പുറകോട്ടോ തിരിച്ചിട്ട് നിങ്ങളുടെ കണ്ണിന് കൃത്യമായിട്ട് ആ എഴുത്ത് എവിടെയാണോ കിട്ടുന്നത് അവിടെ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അതായത് ഫീൽഡിൽ കാണുന്ന വസ്തുക്കളൊക്കെ നല്ല ഷാർപ്പായി കാണും, പക്ഷേ എഴുത്തൊട്ടും തന്നെ ഷാർപ്പായി കാണില്ല. അതിനെ ഷാർപ്പാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ വ്യൂ ഫൈൻഡർ ഫോക്കസ് എന്ന് പറയുന്ന ഈ ചെറിയ നോബ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ആർക്കും തന്നെ അത് വായിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവരുത്. വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ചെറിയ നോബ്, അതായത് വ്യൂ ഫൈൻഡർ സൈഡിൽ തന്നെ ഉണ്ടാവും. ചില ക്യാമറക്ക് അത് പുറത്തോട്ട്, നിക്കോണിൻ്റെ ചില മോഡലിന് അത് പുറത്തോട്ട് വലിച്ചിട്ട് വേണം തിരിക്കാൻ, എന്നാൽ മാത്രമേ തിരിക്കാൻ പറ്റുള്ളൂ. ക്യാനണിനൊക്കെ ഏത് ടൈമിനും തിരിക്കാൻ പറ്റും. അത് വലിയൊരു അബദ്ധം, കാരണം അവിടെ വെച്ച് തന്നെ തിരിക്കാൻ പറ്റുമ്പം ആരെങ്കിലും കൈ തട്ടിപ്പോയാൽ അത് പെട്ടെന്ന് മാറിപ്പോവും. ഇനിയിപ്പം ഇതിങ്ങനെ പുറത്തോട്ട് വലിച്ചിട്ടാണ് തിരിക്കുന്നതെങ്കിൽ അത് കുറേ കൂടെ സേഫാണ്, കാരണം അബദ്ധത്തിൽ കൈ തട്ടിക്കഴിഞ്ഞാൽ അത് തിരിയില്ല. അങ്ങനെയുള്ളത് ഒരു നല്ലൊരു കാര്യമാണത്. ഓക്കെ, ഇത് പിന്നെ നമ്മൾ വൺസ് ഇൻ എ ലൈഫ് ടൈം സെറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരിക്കലും നമ്മളത് മാറ്റാറില്ല, റെഗുലറായിട്ട് മാറ്റാറില്ല. കാരണം നമ്മുടെ ക്യാമറ നമ്മൾ തന്നെ ഉപയോഗിക്കുന്നതാണ്. അപ്പം നമ്മളത് മാറ്റിയിട്ട് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാറില്ല. ഓക്കെ, അത് ഒരു പ്രാവശ്യം നിങ്ങൾ നോക്കിയിട്ട് വ്യൂ ഫൈൻഡറിലുള്ള എഴുത്തുകളിലേക്കാണ് നോക്കേണ്ടത് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക. ആ താഴെ ഭാഗത്ത് കാണുന്ന എഴുത്തുകൾ നിങ്ങളുടെ കണ്ണിന് കൃത്യമായി കിട്ടുന്ന രീതിയിലേക്ക് അതിനെ തിരിച്ചിട്ട് ഫോക്കസ് ചെയ്യുക. ഫോക്കസ് കറക്റ്റ് ആക്കുക. ഇനി ഇൻ കേസ് ഇത് നിങ്ങളുടെ വ്യൂ ഫൈൻഡർ ഫോക്കസ് കറക്റ്റ് അല്ല എങ്കിൽ ഒന്നും പേടിക്കാനില്ല. അത് നിങ്ങളുടെ ഫോട്ടോഗ്രാഫി ഒരു രീതിയിലും ബാധിക്കില്ല. പക്ഷേ അവിടെ എക്സ്പോഷർ സെറ്റിങ്സ് ഒക്കെ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടേണ്ടി വരും. ആ നോബ് ഒന്ന് തിരിച്ചിട്ട് ഒന്ന് പരീക്ഷണാർത്ഥം ഒന്ന് തിരിക്കുക. എന്നിട്ട് ക്യാനണൊക്കെ ആണെങ്കിൽ മിക്കവാറും സെൻറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ നോർമൽ ഐസൈറ്റുള്ള ആൾക്കാർക്കൊക്കെ കറക്റ്റ് ആയിരിക്കും. നിക്കോണിൻ്റെതും അതുപോലെ കമ്പനിയിൽ നിന്ന് വരുമ്പോൾ അത് സാധാരണ 0, കണ്ണിൻ്റെ കാഴ്ച 0യിലേക്കുള്ള ആൾക്കാർക്കായിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ആർക്കെങ്കിലും കാഴ്ചയിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. അല്ലെങ്കിൽ അബദ്ധത്തിൽ കൈതട്ടി പോയിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാം.